ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളേ ഒരു അമ്മാമ ബ്ലൗസ് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ടെക്കാണ് അടിക്കാൻ പോകുന്നത്. ഫ്രണ്ടിൽ നിന്ന് 4 ഇഞ്ച് മാറിയാണ് ടെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് അടിയിൽ നിന്ന് അടിച്ച് 1/2 ഇഞ്ച് അടിച്ച് എടുക്കണം. ഇനി കൈക്കുഴിയിൽ ടെക്ക് നമുക്ക് അടിക്കണം. കൈക്കുഴിയിൽ ടെക്ക് അടിക്കണം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും അടിക്കണം. ബാക്കും 2 ടെക്കിട്ട് അടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് അടി മടക്കി അടിക്കാം. ഇതുപോലെ മറ്റേ ഭാഗവും ബാക്കും മടക്കി അടിക്കണം. നമുക്ക് 2.5 പട്ടയാണ് വയ്ക്കാനുള്ളത്. 2.5 പട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഹുക്ക് ഇടാനുള്ള ഹോൾ ഉണ്ടാക്കാനുള്ള പട്ടയാണ്. അത് ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്ക് തുമ്പായിട്ട് അടിക്കുക. എന്നിട്ട് പട്ടയുടെ പകുതി ഭാഗം ബാക്കിലേക്ക് മടക്കി വെച്ച് അതിൻ്റെ തുമ്പ് ചേർത്ത് ഒരടി കൊടുക്കുക. ആ ഭാഗം എന്നിട്ട് മറച്ചിട്ട് കണ്ട തുമ്പ് കാണില്ല. ഇനി നമുക്ക് ഹോൾ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ചടിച്ചതിന് ശേഷം തിരിച്ച് വെച്ച് ഒരു കോണ് പോലെ നമുക്ക് അടിക്കണം. അങ്ങനെ എത്ര എണ്ണം പറ്റുന്ന അത്ര എണ്ണം അടിച്ചുണ്ടാക്കണം. 5 എണ്ണോ 6 എണ്ണോ അടിക്കാം. ഹുക്ക് വയ്ക്കുന്നതിനനുസരിച്ചാണ് ഹോള് ഉണ്ടാക്കുന്നത്. ഹോളുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നര പട്ട ജോയിൻ ചെയ്യാം. മറ്റേ സൈഡിൽ നല്ല ഭാഗത്ത് വെച്ച് പൊട്ട ഭാഗത്തേക്ക് തുമ്പാക്കി അടിച്ച് മറച്ച് മടക്കി അടിക്കണം. കഴിഞ്ഞാൽ ഷോൾഡർ കൂട്ടുക. ഷോൾഡർ കൂട്ടുമ്പോൾ ഫ്രണ്ട് ഭാഗം നല്ല ഭാഗത്തിൻ്റെ ബാക്കിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മേലെ നല്ല ഭാഗം ടച്ച് ചെയ്ത് വെച്ച് ഷോൾഡർ അടിക്കുക. രണ്ട് ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കാനുള്ളത്. തുണി നേരെ നിവർത്തിയിട്ട് നല്ല ഭാഗത്തിൻ്റെ മേലെ നല്ല ഭാഗം വെച്ച് കൈയിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വയ്ക്കണം. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. കൈയിൻ്റെ സെൻറ്റർ ഭാഗം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിടിപ്പിക്കണം. ഇതുപോലെ വെച്ച് തുമ്പ് ഒപ്പം പിടിച്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. മറ്റേ സൈഡും സെൻറ്ററിൽ നിന്ന് അടിച്ച് പിടിപ്പിക്കുക.
വീണ്ടും ഒരടിയും കൂടിയും നമുക്ക് കൊടുക്കണം. അങ്ങനെ മറ്റേ സൈഡും ഇതേപോലെ കൈ ജോയിൻറ്റ് ചെയ്യണം. രണ്ട് കൈയും അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് കൂട്ടാം. 1.5 ഇഞ്ച് വെച്ചാണ് സൈഡ് കൂട്ടുന്നത്. കൈയിൻ്റെ അറ്റം വരെ നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. കൈയിൻ്റെ തുമ്പ് വരെ 1.5 ഇഞ്ച് വീതം അടിക്കുക. അങ്ങനെ രണ്ട് സൈഡും അടിക്കുക. ഇനി നമുക്ക് കഴുത്താണ് പഠിപ്പിക്കാനുള്ളത്. അതിൻ്റെ ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് ഓരോന്നിൻ്റെ മേലെ വെച്ച് ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് മടക്കി അതിൻ്റെ മടങ്ങിയ ഭാഗത്ത് കൂടെ ഒരടി ചെറുതായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി കഴുത്തിൽ അത് വെച്ച് പിടിപ്പിക്കാം. പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ച് പൈപ്പിങ് ആണ് അടിക്കുന്നത്. അതിൻ്റെ ചാലിൽ കൂടെ വേണം മടക്കി വെച്ച് നീറ്റായിട്ട് അടിക്കാൻ. അങ്ങനെ പൈപ്പിങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ അടി തീർന്നു.